ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അൾട്ടോ 800 അകത്താണ് ഇരിക്കുന്നത്. അൾട്ടോ 800 2016 ലാസ്റ്റ് 17, 18, 19 ആ മോഡലിൽ വരുന്ന ടൈപ്പ് 2 വരുന്ന അൾട്ടോ 800. ഇതെല്ലാവർക്കും ഒരു അനുഭവം ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ വണ്ടി നമ്മൾ എ സിയിലൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂവിങ്ങിൽ നമുക്ക് ഒരു ബ്ലോക്കിലൊക്കെ അല്ലെങ്കിൽ ഒരു കയറ്റത്തിലൊക്കെ നിർത്തി വലിപ്പിക്കുമ്പോൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാലും വണ്ടി ഇങ്ങനെ മൂവായി പോകാതെ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ റൈസ് ആവാത്തൊരു ബുദ്ധിമുട്ട് വന്നിട്ട് നമ്മൾ ഈ കംപ്ലൈൻറ്റ് ഒരുപാട് ഈ മോഡലിൽ വരുന്നുണ്ട്. ഇതിന് ത്രോട്ടിൽ സെൻസർ വരുന്ന കാരണം അതിൽ വരുന്ന ഒരു കംപ്ലൈൻ്റാണ് ഈ ഒരു പ്രശ്നത്തിനൊക്കെ കാരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനുള്ള പരിഹാരം എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അൾട്ടോ 800 ഈ കംപ്ലൈൻറ്റ് വരുന്നത് ഈ മോഡൽ എൻജിനാണ്. ഞാൻ പറഞ്ഞില്ല, 2016, 17, 18 വരുന്ന ഈ മോഡൽ എൻജിനാണ്. ഇതിന് ത്രോട്ടിൽ ഈ വരുന്ന ത്രോട്ടിൽ ഞാൻ അയച്ചുകൊണ്ടിരിക്കുന്നത് ത്രോട്ടിലേക്ക് പോകണ എയർ ഫിൽറ്ററിൽ നിന്ന് ത്രോട്ടിലേക്ക് പോകണ ഒരു ഹോസാണ്. അതൊരു മോട്ടറാണ്. ഈ ഭാഗത്ത് വരുന്നത് ഈ ഒരു മോട്ടറാണ്. നമ്മുടെ ആക്സിലേറ്റർ പെഡൽ അവിടെ പ്ലസ് ചെയ്യുമ്പോൾ ത്രോട്ടിലിൽ ഷട്ടർ ഓപ്പൺ ആവുന്നത് മോട്ടറിലാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാർബണിൻ്റെ ഒരു തരി കുടുങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാലിബ്രേറ്റ് ഉണ്ട്, അത് നമുക്ക് കറക്റ്റ് ആവില്ല. കാലിബ്രേഷൻ കറക്റ്റ് ആവാത്തതുകൊണ്ടാണ് ഈ വണ്ടി മൂവ് ആവാതെ ഈ നമ്മൾ കയറ്റത്തിലും ഒരു അമ്പൊക്കെ ചാടുമ്പോഴും ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഈ ഷട്ടർ ഓപ്പൺ ആവാൻ ഒരു ബുദ്ധിമുട്ട് വരും. ഒരു ചെറിയൊരു തരി കുടുങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വേരിയേഷൻ അവിടെ കാണിക്കും. നമ്മൾ ചെയ്യണത് ഇനിയിപ്പോൾ അത് ക്ലീൻ ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യുക. നമ്മൾ ഷോറൂമിലൊക്കെ അത് മാറ്റാറാണ് പതിവ് എന്നാണ് കേട്ടിട്ടുള്ളത്. അതിന് വിലയുണ്ട്, അതിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ പെഡൽ, ആക്സിലേറ്റർ പെഡൽ. ഇത് കണ്ടില്ലേ, പണ്ടൊക്കെ ഇതിന്മേൽ കേബിളായിരുന്നു വന്നിരുന്നത്. ഇതിപ്പോൾ ഒരു സെൻസറായിട്ടാണ് കാണിക്കുന്നത്. കണ്ടില്ല, ഒരു കപ്ലർ ഉണ്ട് മേലെ. ഇപ്പോൾ നമ്മൾ ഒരു മൈനസ് വെച്ചിട്ട് ഇതിനെ പ്ലസ് ചെയ്ത് വെക്കുക. ഇതിങ്ങനെ പ്ലസ് ചെയ്ത് ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ത്രോട്ടിലിൻ്റെ ഷട്ടർ ഓപ്പൺ ആയി കിടക്കും. അല്ലെങ്കിൽ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ചവിട്ടി ഒരാൾ പ്ലസ് ചെയ്ത് പിടിച്ചാലും മതി. ഇപ്പോൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഒരു മൈനസ് വലിയ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അവിടെ ലോഡ് ചെയ്ത് വെച്ച് ഇപ്പോൾ ഈ ഷട്ടർ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്. കണ്ടില്ല, കറക്റ്റിൻ്റെ ഉള്ളിലേക്ക് കൊണ്ട് കിട്ടാൻ മൊബൈല് ഉള്ളിലേക്ക് കൊണ്ട് നമ്മുടെ ബാറ്ററി ഒന്നും അയക്കണമൊന്നുമില്ല. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കണ്ട് ഇതൊന്ന് സോക്കറ്റ് ഒന്നും വേണ്ട. ജസ്റ്റ് നമ്മൾ മനസ്സില്ല, അവിടെ മൈനസ് വെച്ച് ലോഡ് ചെയ്ത് ഇതുപോലെ തുറന്ന് പിടിക്കും. തുറന്ന് പിടിച്ച് കഴിഞ്ഞാൽ നമ്മളടുത്ത് വെർത്തിൻ്റെ ഒരു കാർബറേറ്റർ ക്ലീനർ ഉണ്ട്, അഥവാ ത്രോട്ടിൽ ക്ലീനർ എന്നൊക്കെ പറയും. ഇത് വെച്ചിട്ട് ഇതുപോലത്തെ വയറിങ് കുറേ സ്പ്രേകൾ കിട്ടും. ഏതായാലും കുഴപ്പമില്ല, എൻ്റെ അടുത്ത് വേറെ ഉണ്ട്. ഇതൊരു കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റാണ്, ഇത് യൂസ് ചെയ്യുക. ഇത് വെച്ചിട്ട് എല്ലാം സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ നിന്ന് കരി ഒലിച്ച് വരണത്. ഉണ്ടല്ല, ഇത് വെച്ച് അടിക്കുമ്പോൾ നമ്മളിപ്പോൾ കുറച്ച് സ്പ്രേ അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് പോണതൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. അതൊന്ന് റൈസാക്കി പിടിച്ച് കഴിഞ്ഞാണ്ട് ആ കാർബറേറ്റർ ക്ലീനറിൻ്റെ ആ ലിക്വിഡ് അയക്കി പോയിട്ടുള്ളൊരു മിസ്സിങ് ഉണ്ടാവും. അതൊന്ന് റൈസാക്കി പിടിച്ചാൽ പോകും. പിന്നെ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ നല്ലൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം ഒന്നും കൂടെ നല്ല ആ സ്പ്രേൻ്റെ ബോട്ടിൽ തീരണ വരെ അടിക്കുക. അതെല്ലാം അടിച്ചു വിടുക. എല്ലാ സൈഡിലൊക്കെ പിടിച്ച് നിൽക്കണ്ടാവും. ഈ ഷട്ടറിൻ്റെ അടയാൻ പറ്റാതെ അതിൻ്റെ വക്കലൊക്കെ നല്ല ഒട്ടി നിന്നിരുന്നു കാർബണ്, അതിലൊക്കെ നല്ല പൂസി കൊടുക്കുക. ഓക്കെ, ഇതെല്ലാം വാങ്ങി കഴിഞ്ഞ് സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ജെർക്കിങ് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. ഇത് പൊതുവെ എല്ലാ ഈ ആൾക്കാർ കണ്ടിരുന്ന ഈ മോഡലിനുള്ളൊരു ജെർക്കിങ്ങാണ്. അതേമാതിരി ഫൗണ്ടേഷൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഇളകണ കണ്ടിട്ട് ഫൗണ്ടേഷൻ ബുഷ് പോയിണോ എന്നൊക്കെ ചോദിക്കലുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇനി ഇതിപ്പോൾ നമ്മൾ ഈ പണി എടുത്തിട്ട് അതിൽ ടോട്ടൽ ബോഡി ഓപ്പൺ ആയി കിടക്കാൻ വേണ്ടി മൈനസ് സ്ക്രൂ ഡ്രൈവർ വെച്ച് കൊടുത്ത് നമ്മൾ ചവിട്ടി പിടിക്കുമ്പോൾ യാതൊരു കാരണവശാലും നമ്മൾ
അറിയാതൊന്ന് കാല് എടുക്കുകയോ ഒന്നും ചെയ്യരുത്. അപ്പോൾ നമ്മളവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതിനൊരു കാലിബ്രേഷൻ ഉണ്ടാവും പോകും. അപ്പോൾ ഒരു റണ്ണിങ്ങിലൊരു വേരിയേഷൻ വരും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ആ വേരിയേഷൻ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാറ്ററി ടെർമിൽ ഒരു 2-3 മിനിറ്റ് പോസിറ്റീവ് ടെർമിൽ ഊരി വയ്ക്കുക. എന്നിട്ടൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. നമ്മളിതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ് വണ്ടി. നമ്മൾ മെയിൻ റോഡിലേക്ക് കയറുന്ന ആ ഭാഗത്തൊരു ചെറിയൊരു കയറ്റമുണ്ട്. അതിലാണ് കംപ്ലൈൻ്റ് ഉള്ള ടൈമിൽ നമ്മൾ AC ഒക്കെ ഇട്ട് കയറ്റുമ്പോൾ കറക്റ്റ് റൈസായിട്ട് ആയിട്ട് കയറ്റാൻ നമ്മൾ താങ്ങിയെടുക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം എന്താ പാട് എന്നുള്ളത് ഇത് നോക്കുക. നമ്മൾ കൊടുക്കുന്ന കറക്റ്റിൽ മറ്റേ നമുക്ക് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ മൂവിങ് AC ഓഫ് ആക്കേണ്ടി വന്നിരുന്നു. ഓഫ് ആക്കിയാലും ചിലപ്പം കിട്ടാത്തൊരവസ്ഥ വന്നിരുന്നു. അപ്പോൾ ഞാൻ പൊന്തി നിൽക്കുകയാണ് മെയിൻ റോഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. മറ്റേത് ഇങ്ങനെ കൊടുത്താലും ഇപ്പോൾ കറക്റ്റാണ് നമ്മൾ കൊടുക്കണതും താങ്ങുന്നതും ക്ലച്ചുമെന്ന് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടും കാണിക്കുന്നില്ല. ആദ്യത്തെ അവസ്ഥ ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ കറക്റ്റായിട്ട് ആ ഭാഗം ക്ലിയർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു കയറ്റുണ്ട്. ഇതൊരു കയറ്റാണ്, കുഴപ്പമില്ലാത്തൊരു കയറ്റ്. നമുക്ക് അതിൻ്റെ സെൻറ്ററിലുണ്ടായിട്ടൊന്ന് നിർത്തിയിട്ട് ഒന്ന് വലിപ്പിച്ച് നോക്കാം. ഇവിടുന്ന് ഞാൻ കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഈ സെൻറ്ററിൽ ഞാൻ നിർത്തിയിട്ട് വലിപ്പിക്കുമ്പോൾ എനിക്ക് ആ ഒരു AC ഓഫാക്കിയിട്ടും ACയിലാണ്. പിന്നെ അവിടെ നിർത്തി ഒരു കുഴപ്പമില്ല. വണ്ടി ഇപ്പോൾ നിർത്തിയിട്ട് വലിപ്പിക്കുമ്പോൾ ഒന്നൊരു കുടച്ചിലുമില്ല. മറ്റേത് കൊട്ടയ്യായിരുന്നു. ഈ വണ്ടി യൂസ് ചെയ്യണവർക്ക്, ഈ മോഡൽ ആൾട്ടോ 800 യൂസ് ചെയ്യണവർക്ക് അറിയാണ്ടാവും. ഒരുപാട് 80% ആൾക്കാർക്ക് ഈ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടാവണം. അവരൊക്കെ എന്ത് ചെയ്തു എന്നുള്ളത് അറിയില്ല. എന്തായാലും ചെയ്യേണ്ട വർക്ക് ഇതാണ്. ഇത് നമുക്ക് തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.